നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നയാഗ്ര വാട്ടർഫോൾസിലേക്ക് പോവാണ് ഗൈസ്. ഞങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ. ഞങ്ങൾ എങ്ങോട്ട് പോകാനാണോ പുറപ്പെട്ടത്, ഞങ്ങളുടെ നയാഗ്ര വാട്ടർഫോൾസിലേക്ക് ഞങ്ങൾ പോവാണ്. എത്ര മണിക്കൂറുണ്ട് ഇവിടുന്ന്? 1.25 മണിക്കൂറേ ഉള്ളൂ ഗൈസ്. ഇപ്പൊ ഞങ്ങളിപ്പം ഗൾഫ് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മള് 15 മിനിറ്റ്സ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നയാഗ്ര വാട്ടർഫോൾസ് എത്തും. പക്ഷെ നല്ല മഴയായിട്ട് കുറച്ച് നേരമായിട്ട് നല്ല പൊട്ടിപ്പൂരം മഴ. நிகழ்வதுவா பதில் மொழியே உன்னோடு நெஞ்சம் உறவாடும் வேளை தண்ணீர் கமலம் தானா முகம் காட்டு நீ முழுவன் பனி ஓடாதே நீ எல்லையே. മൈലോട്ടോ 1 മിനിറ്റോടെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മളിത് ഇവിടെ എത്തിപ്പെടും. ചെയ്യാൻ പോവാണ്. ഇതാണ് ടൗൺ ക്വീൻ സ്ട്രീറ്റ് ഡിസ്ട്രിക്ട്. ഗൈസ്, ഞങ്ങളിത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബട്ട് ഭയങ്കര മഴയായി പോട്ടോ. സാരമില്ല, എന്നാലും ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. ഞങ്ങൾക്ക് ഇവിടെ നോക്കിയതേ നമ്മുടെ USA ബോർഡർ കാണാം കേട്ടോ. അതായത് ആ പാലം, ഒരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞാൽ USA ആണ്. അപ്പോൾ അവിടെ ഫ്ലാഗ്, കാനഡയുടെയും USA ഫ്ലാഗ് കറക്റ്റ് നടുക്ക് ഇങ്ങനെ കിട്ടിയേക്കുന്നത് കാണാം. അപ്പോൾ ഞാൻ നിങ്ങളെ ഇതേ അങ്ങോട്ട് നമുക്ക് പോകാവേ. ഞാൻ ഈ റോഡൊക്കെ കാണിച്ചു തരാം. നല്ല രസമാണ് കാണാൻ. പേ ചെയ്യണ്ടേ? നമ്മളൊരു ടൂർ എടുത്തിട്ടുണ്ടായിരുന്നേ, ബിഹൈൻഡ് ദ ഫോൾസിൻ്റെ, പിന്നെ ജസ്റ്റ് ക്രൂസ് ഇതൊക്കെ എല്ലാം അവിടെ കൂടിയിട്ട്. അപ്പോൾ അതിനുള്ള ആളാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ ഒരു പുള്ളിക്കാരിയായിട്ട് സംസാരിച്ച് നല്ല നൈസ് ഒരു പെണ്ണ് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ ബാക്ക് ക്യാമറ കാണിക്കാവേ. നമ്മൾ ഈ കാണുന്നതാണ് USA വാട്ടർഫോൾസ്. പിന്നെ മറ്റേ നമ്മുടെ കനേഡിയൻ്റെ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് ഏതാണ്ടൊരു പേര് പറയും. നയാഗ്ര വാട്ടർഫോൾസിൻ്റെ മെയിൻ ഫോൾസിൻ്റെ അത് കാനഡയുടെ സൈഡിലായിരിക്കുന്നത്. അതിൻ്റെ ഒരു ഷേപ്പ് അനുസരിച്ച് ഒരു ഹോഷു എന്ന് പറയുന്നത്, ഹോഷു അങ്ങനെ എന്താണ് പറയുന്നത്, ഓക്കെ, ഹോഷു ഫോൾസ്. ഓക്കെ, അതെ, നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ പാർക്ക് ചെയ്യുന്നതിന് പൈസ കൊടുത്തോട്ടോ. $24 ഒരു മണിക്കൂർ പാർക്കിങ്. ബട്ട് ഞങ്ങൾ ഈ പോരുന്ന വഴിക്ക് ഇച്ചിരി മാറിയ സ്ഥലത്ത് $5 പെർ അവർ കണ്ടായിരുന്നു. പക്ഷെ അത് അവിടെ നിന്ന് നമ്മൾ വണ്ടി പാർക്കിയിട്ട് കുറേ നടക്കണം. ഇതാകുമ്പോൾ തൊട്ടടുത്താണ്. ശരി, കത്തിയാണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് ആദ്യമായിട്ട് നയാഗ്ര വാട്ടർഫോൾസ് കാണാൻ വരുന്നവർ ഉറപ്പായിട്ടും ഗൈഡിനെ എടുക്കണം. അതായത് ഒരു ടൂറ് നിങ്ങൾ പാക്കേജ് നിങ്ങൾ സെലക്ട് ചെയ്യണം. ബിക്കോസ് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് അതിൻ്റെ A to Z കാര്യം അവർ പറഞ്ഞു തരും. നമ്മളൊരു സ്ഥലത്തെപ്പറ്റി മനസ്സിലാക്കുമ്പം കാണാൻ വേണ്ടി പോകുമ്പോൾ നമുക്കത് മനസ്സിലാകണമല്ലോ. എന്നിട്ട് നമുക്കത് ഒരു യെല്ലോ കളറുള്ള ബാഡ്ജല്ല, ഒരു സാധനം സ്റ്റിക്കറൊക്കെ കിട്ടി കേട്ടോ. അയ്യോ, അവിടെ എന്തൊക്കെയോ ട്രാവൽ ഗൈഡ് പറയുന്നുണ്ട്. നമ്മുടെ കൂടെ വന്ന ആൾക്കാരെല്ലാം വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പം നമ്മൾ 1:30 ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു ടൈമിൽ ബുക്ക് ചെയ്ത ആൾക്കാരെല്ലാം പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് പല ഗ്രൂപ്പിനും ഓരോരോ ഗൈഡിനെ വെച്ച് കൊടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ കാണുന്ന കേട്ടോ നമ്മുടെ ഗൈഡ്. ഈ പുള്ളിക്കാരത്തി ഈ ഒരു 4 മണിക്കൂർ നമ്മളുടെ കൂടെ തന്നെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. ഓരോ കാര്യങ്ങളെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പുള്ളിക്കാർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരത്തിൻ്റെ ഒരു സർവീസ്. നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് നടക്കുന്നത്. ഒരു ജസ്റ്റ് ഒരു 10-15 പേര് കാണുക ഗ്രൂപ്പിൽ. ആ 10-15 പേരുടെ ഗൈഡ് പുള്ളിക്കാരിയായിരുന്നു. അത് അപ്പുറത്തെ സൈഡിൽ ഇതാ നമ്മുടെ USA ആൾക്കാർ കാണുന്ന സ്പോട്ടാണ്. ഈ പാലാണ് ഞാൻ പറഞ്ഞത്. ആ പാലത്തിന് നടുക്കുണ്ടോ 2 ഫ്ലാഗ് ഉണ്ടേ. യാ, 2 ഫ്ലാഗ് ഉണ്ട്. അതിൻ്റെ പകുതിക്ക്
ഫാനാ അതേ ശരിക്കുള്ളത്. ഇത് മറ്റേ ട്രെയിനാണല്ലോ. ആ സെയിമാണോ? ഹായ്. തണുപ്പുണ്ട് കേട്ടോ, ശരി, നല്ല കാറ്റ്. ഓ താങ്ക് യു. ഉടുപ്പെടുത്തെ ഗൈസ്, നമുക്ക് ഈ ഒരു സാധനമൊക്കെ കിട്ടി. ഈ ഉടുപ്പൊക്കെ ഇടട്ടെ. ഓ ടൈറ്റ് കേട്ടോ. നമ്മളിത് തൊട്ടടുത്ത് വന്നിരിക്കുകയാണ്. നടന്നു പോകുന്നുണ്ടോ? നമ്മളത് സിറ്റി ക്രൂസ് എടുത്ത് സിറ്റി ക്രൂസിനകത്ത് കയറാൻ പോകട്ടോ. മൈ ഗാഡ്, നല്ല കാറ്റാണ്. ഈ പറഞ്ഞു നടക്കണേ. കോർണർ പിടിക്കാം അല്ലേ, കുറച്ചൊരു വ്യൂ കിട്ടാനായിട്ട്. Wow. Wow. അതെ, ദേ ആ പുകയൊക്കെ പൊങ്ങുന്നുണ്ട്. അങ്ങ് നോക്കി, പുക പോലെ പോകുന്നുണ്ട്. ശബ്ദമൊക്കെ കേട്ടോ. എൻ്റെ പൊന്നെ, എത്ര ലിറ്റർ വെള്ളമല്ലേ ഒരു സെക്കൻഡിൽ വീഴണേ. ഫോട്ടോ എടുത്തേട്ടോ. എൻ്റെ തല മൂടിക്ക്, എൻ്റെ തല മൂടിത്തരാം. According to scientific study and historical research, it has been concluded that the American forest will eventually അത്ഭുതത്തിലൊന്നാണ്.
കേട്ടോ, നല്ല ക്ലീൻ വാട്ടറേ. എൻ്റെ പൊന്നെ അതൊരു സംഭവം തന്നെ കേട്ടോ. നമ്മൾ ഈ പാലത്തിൻ്റെ അടിവഴി ഒക്കെ ക്രൂസ് പോവും. നല്ല കാറ്റും ഇച്ചിരി തണുപ്പ് മഴയൊക്കെ ഉള്ളപ്പോഴേ നല്ല ചൂടോടെ ഉള്ള ഒരു എന്തെങ്കിലും കഴിക്കാൻ തോന്നിയേ. അപ്പം ഞാൻ ഒനിയൻ ഡ്രിങ്ക്സ് മേടിച്ചേക്കുക. ഒനിയൻ്റെ അതൊരു ഷേപ്പിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഒനിയനാണ് അത് ഫ്രൈ ചെയ്തേക്കുന്നത്. നമുക്ക് ഇതിനകത്ത് നിന്ന് സോസ് എന്നെ വേണമെങ്കിലും എടുക്കാം. വിനാഗിരിയോ ഇത് മസ്റ്റാർഡ് ജസ്റ്റ് 1 എടുക്കാം. എനിക്ക് ആക്ച്വലി നമ്മുടെ ടൊമാറ്റോ സോസാണ് ആക്ച്വലി എനിക്ക് ഇഷ്ടം. ബട്ട് ഗിഫ്റ്റ് ഐറ്റംസ് മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇതിലൂടെ നമ്മളെ കൊണ്ടുപോകുക. ഞാൻ ഇതെടുത്തു കേട്ടോ. ഞങ്ങൾ യൂഷ്വലി എവിടെയെങ്കിലും രാജ്യത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലൊരു സാധനം ഒരു മാഗ്നറ്റ് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ വേണ്ടി ഞങ്ങൾ മേടിക്കാറുള്ളതാണ്. അപ്പം ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഞാനിവിടെ വന്നതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടേ. ഇപ്പം നമ്മുടെ ഗൈഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന ഓരോ ആൾക്കാർ ഈ നയഗ്ര വാട്ടർഫോൾസിൽ ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ചിലർ അതിൻ്റെ മുകളിൽ നിന്ന് വല്ല വീപ്പ പോലത്തെ സംഗതികളൊക്കെ അതിൻ്റെ അകത്ത് കയറിയിട്ട് ഇങ്ങനെ എന്നെ എടുത്ത് ചാടും. നേരെ എടുത്ത് ചാടുകയല്ല, എന്തെങ്കിലും സാധനത്തിൻ്റെ അകത്തിരുന്ന് എടുത്ത് ചാടും. അപ്പോൾ ചിലരങ്ങനെ കുറേ പേര് മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അവരുടെ ഫോട്ടോയും അതുപോലെ അതിന് രക്ഷപ്പെട്ടവരുടെ ഫോട്ടോയും അതെല്ലാം കാണിക്കുന്നത്. അതിൻ്റെ കഥകളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. പിന്നെ ആ ക്രോസ് ചെയ്ത് ഇപ്പോൾ US ബോർഡറിൽ നിന്ന് ഇപ്പുറത്തെ കാനഡ ബോർഡറിലേക്ക് ഈ നയഗ്ര വാട്ടർഫോൾസ് കുറുകെ മുറിച്ച് കടന്ന് വന്നവരൊക്കെയുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ഫോട്ടോയും ഒക്കെ കാണിച്ച് പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരുടെ കാര്യമൊക്കെ ഇന്ന വർഷത്തിലാണ് നടത്തുന്നത്, പിന്നെ എൻ്റെ വേൾഡ് റെക്കോർഡ് നേടാൻ വേണ്ടി ഇത്ര മിനിറ്റിനുള്ളിൽ ആരൊക്കെയോ അങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസൊക്കെ നമ്മളിങ്ങനെ പരിചയപ്പെടുത്തി. ഇപ്പം ഞങ്ങൾ നടന്നു പോകുന്നത് ബിഹൈൻഡ് ദ ഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഏകദേശം ഈ ഒരു നയഗ്ര വാട്ടർഫോൾസിൻ്റെ പകുതിയും വരത്തില്ല, ഒരു കാൽ പോർഷൻ എന്നും പറയാം. കാൽ പോർഷൻ വരെ വരത്തില്ല, എന്നാലും ഏകദേശം ഈ ഒരു വാട്ടർഫോൾസിൻ്റെ അകത്ത് ഉള്ളിലൂടെ ഒരു ടണൽ അവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് നടക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സീൻ അവിടെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളിപ്പോൾ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് നമ്മൾ ആ ബോട്ടിങ് നടത്തിയത് ക്രൂസ് പോയത് കൂടാതെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് പോയത് കൂടാതെ നമ്മളിപ്പം അതിൻ്റെ ടോപ്പിൽ ആ ഭാഗമില്ലേ അങ്ങോട്ട് ഞങ്ങൾ നടക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ എല്ലാവരും ഈ ഒരു ഗ്ലാസ്സിന് മേളിൽ കൈ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഈ കൈ വെക്കണം എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു ഫോഴ്സ്, ആ ഒരു ഫീൽ നമുക്കവിടെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അത്ര ഫോഴ്സിലാണ് വെള്ളം ഓരോ സെക്കൻഡിലും കിൻഡിൽ കണക്കിന് വെള്ളം വീഴുന്നത്. അപ്പം ആ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ അത് നമുക്കവിടെ നിന്ന് ഫീൽ ചെയ്യാൻ പറ്റും. How long are you traveling? അതിൻ്റെ അകത്തെല്ലാം ഇങ്ങനെ ഒരു ഇത് പോലെ ഉണ്ട്, മിസ്റ്റ് ഉണ്ട്.
പണിയാൻ ഇറങ്ങിയ സ്ഥലമാണോ? ആയിരിക്കും. കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് ദ ചാനൽ 1900 പണിതാ. ഓ തീർന്ന 45 ആയപ്പോഴാണ് തീർന്നത്. നമ്മളത് ആ വെള്ളച്ചാട്ടത്തിന് അടി കൂടെ പോവാ. അതാണ് ആ ടണൽ. മൈ ഗോഡ്. ഈ പ്രഷർ കൊണ്ട് ഇതെങ്ങാനും പോവാ. നീ വീടിയൊന്ന് അയ്യോ നമ്മുടെ മേളിൽ കൂടെ കേട്ടോ വെള്ളം മുഴുകുന്നേ. ഓടാ. അയ്യോ ശബ്ദം കേട്ടോ. എനിക്ക് നല്ല പേടിയുണ്ട്. അയ്യോ floor slippery when wet. Oh my god. ഒന്നും കാണാൻ പോലും പറ്റില്ല. വെള്ളം മീനുകളിലാവാം അല്ലേ? ഫോൺ കൊണ്ടിട്ടേക്കുന്ന ആൾക്കാർ പേടിയാവും. ഇതിവരെങ്ങനെ ഒത്തിരി കൺസ്ട്രക്ഷൻ്റെ ടൈമിലാണ് ഇവർ സ്റ്റോപ്പ് ചെയ്തത്? അല്ല അത് അപ്പുറത്തേന്നോ സമ്മതിച്ചു. അതല്ലാതെ പറ്റിപ്പോയാണോ? 4 മാസം. ഓ ഞാൻ ഭയങ്കര സൂപ്പറായിരുന്നു. അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ ഗൈഡൊക്കെ ഞങ്ങൾ കഴിഞ്ഞു. ഗൈഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോവാം. മീൻസ് പുള്ളിക്കാർ പോയി. പിന്നെന്താ ഇപ്പം നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ വിട്ടിരിക്കുക. നമ്മളിങ്ങനെ കയറി വരുന്നത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരെ ഡ്യൂട്ടി പേഡ് ഷോപ്പിൽ കയറുന്ന പോലെ നമ്മളിങ്ങനെയുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഇവരുടെ ഇതേപോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുക നമുക്ക് പർച്ചേസ് ചെയ്യാൻ പാകത്തിന്. അപ്പോൾ ഗൈസ് ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നായ നയഗ്ര വാട്ടർഫോൾസ് നമ്മൾ ഫൈനലി കണ്ടിരിക്കുകയാണ്. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ.